ഹായ് ഓൾ, മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജ്ഞാനപീഠ പുരസ്കാരം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളും അവരുടെ കൃതികളുമൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതിയാണ് ജ്ഞാനപീഠ പുരസ്കാരം. സമ്മാനത്തുക 11 ലക്ഷം രൂപയാണ്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിൽ നിന്നുള്ള സാഹിത്യ രചനകളാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മലയാളികൾ ആകെ 6 പേർക്കാണിത് മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. 1961 ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത് 61. പക്ഷേ ഈ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1965ലാണ്. 1965ലാണ് നമ്മുടെ KSRTC ഫോം ചെയ്യുന്നത്. ദെൻ നമ്മുടെ ചെമ്മീൻ സ്വർണ്ണ മെഡൽ കിട്ടുന്നതുമൊക്കെ 1965ലാണ്. അന്നാണ് നമ്മുടെ ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡും നൽകി തുടങ്ങുന്നത്. ഇത് ആദ്യമായി ലഭിച്ചത് G. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ലഭിച്ചിരിക്കുന്നത്. മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ. G. ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർത്ത് വെച്ചേക്കുക, ഓർമ്മയുടെ ഓളങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്, ഓർമ്മയുടെ ഓളങ്ങൾ. രണ്ടാമത് 1980 SK പൊറ്റക്കാടിന് കിട്ടി. SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത്. പിന്നീട് ഇവർ സമഗ്ര സംഭാവനയ്ക്കാണ് പിന്നീട് അങ്ങോട്ട് ജ്ഞാനപീഠം കിട്ടുന്നത്. 1987 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കും 95 MT വാസുദേവൻ നായർക്കും 2007 ONV കുറുപ്പിനും 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ് നമ്മുടെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മലയാളികൾ 6 പേരുണ്ട്. 80 SK, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഈ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ആദ്യ വനിതയൊന്ന് ഓർത്തു വെച്ചേക്കുക, ആശാപൂർണദേവിക്ക് 1976ലാണ്. ആശാപൂർണദേവിയാണ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ആദ്യ വനിത. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന അവരുടെ കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത്. ചോർത്ത് വെച്ചേക്കുന്നത് PSC അടുത്ത സമയത്ത് ചോദിച്ചിട്ടുണ്ട്. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന ആശാപൂർണദേവിയുടെ കൃതിക്കാണ് ജ്ഞാനപീഠം 1976 കിട്ടിയ ആദ്യ വനിതയാണ്. മത്സര പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്, ഓർത്ത് വെച്ച് പഠിക്കാം. ഇതുപോലെയൊക്കെ ഒരുപാട് ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. നമ്മുടെ ADA24/7 മലയാളത്തിൽ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് നമ്മുടെ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ്. അതായത് SSLC +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇതിനായിട്ടുള്ളൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. Y362 എന്ന ഒരു ഫാക്കൽറ്റി കോഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 2323 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യണം. ദെൻ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ADA24/7 മലയാളം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക്